സംഘടനയുടെ സമാദരണീയരായ നേതാക്കളെ, ഈ മാർച്ചിൽ പങ്കെടുത്ത ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ജമാഅത്ത് പ്രതിനിധികളെ, വിദ്യാർത്ഥിനികളെ, ഇന്ത്യ മഹാരാജ്യത്ത് ഏതാണ്ട് 1.25 ലക്ഷം കോടി രൂപയുടെ വഖഫ് ഭൂമിയാണ്, അല്ലെ വഖഫ് സ്വത്താണുള്ളത്. 1.25 ലക്ഷം കോടി രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തിയും വലിപ്പവും ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. 1954 സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യം വഖഫ് നിയമം വരുന്നത്. ആ നിയമം പിന്നീട് പല പ്രാവശ്യം ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ ഭേദഗതിയൊക്കെ വഖഫ് സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 8 ഇന്ത്യൻ പാർലമെന്റിൽ പൊടുന്നനവേ വന്ന, ചർച്ച ചെയ്യാതെ വന്ന ബില്ല്, ആ ബില്ലിന്റെ പൊരുള് 44ഓളം ഭേദഗതികളോടുകൂടിയാണ് ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല, 2 മിനിറ്റാണ്. ഈ ബില്ല് അധികാരം നൽകുന്നത് വഖഫ് സ്വത്തുക്കളിൽ ആർക്കും കൈകടത്താം എന്ന് പറഞ്ഞാല് അതിൽ 2 മുസ്ലിങ്ങളല്ലാത്തവരെ കൂടി ഉൾപ്പെടുത്തണം. നേരെ തിരിച്ചൊരു ചോദ്യം, ഇവിടെ ജൈനർക്ക് വഖഫുണ്ട്, അല്ലെങ്കിൽ അവരുടേതായ സ്വത്തുണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവരുടേതായ ആരാധനാ കേന്ദ്രങ്ങളും സ്വത്തുക്കളുമുണ്ട്. ക്രൈസ്തവർക്കുണ്ട്. ഇതിലൊന്നും മറ്റു മതസ്ഥരാരും കൈകടത്തുന്നില്ല. ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിമീങ്ങൾക്കെതിരെ മോഡി സർക്കാർ നടത്തുന്ന ഒരു ഭീകരമായ കയ്യേറ്റമാണ് വഖഫ് നിയമം എന്ന കാര്യത്തിൽ തർക്കമില്ല. NRC, CAA, NRC നമ്മൾ ഈ തൂത്തെറിഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഇതും ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ നിലനിൽക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ ഒന്നിച്ചു നിന്ന് പോരാടിയാൽ, പോരാട്ട ഭൂമിയിൽ ചരിത്രം രചിച്ചവരാണ് നമ്മൾ. 5 ലക്ഷത്തിലധികം മുസ്ലിമീങ്ങളുടെ ജീവൻ കൊടുത്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം അനുഭവിക്കാനുള്ള നമ്മുടെ അവകാശത്തിന്മേൽ കൈവയ്ക്കാൻ സംഘപരിവാർ ശക്തികളെ അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഒറ്റക്കെട്ടായി ദശകളുടെ ജമിയത്തുലമായുടെ കൊടിക്കീഴില് ഒറ്റക്കെട്ടായി നമ്മൾ മുമ്പോട്ട് പോകും. ഈ സമരം തുടരും. ഇതൊരു തുടക്കം മാത്രമാണെന്ന് നേരത്തെ അഭിനന്ദന നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വഖഫ് സംരക്ഷണം ജീവൽ പ്രശ്നമാണ്. നമ്മുടെ പള്ളികൾ, പള്ളിയുടെ സ്വത്തുക്കൾ, അതുപോലെ മറ്റ് സ്ഥാവര ജംഗമ വഖഫ് സ്വത്തുക്കൾ, അതൊക്കെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ ജീവൽ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും മുസ്ലിമീങ്ങൾ തയ്യാറായിരിക്കുമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഈ റാലി അതിലേക്ക് മാർച്ച് അതിലേക്ക് നൽകുന്ന സൂചന വളരെ അർത്ഥപൂർണമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.